സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, നഗരത്തിൻ്റെ മുഖമുദ്രകളായ സ്ഥലങ്ങൾ, അർബൻ സ്കെച്ചേഴ്സിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓരോ വരമൊഴികളും വ്യത്യസ്തമാക്കി ചിത്രപ്രദർശനം കണ്ടിറങ്ങുമ്പോൾ കൊല്ലമാകെ കണ്ടുതീർന്ന പ്രതീതി. കൊല്ലം മൊത്തം ഇതിനകത്തുണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഇത് എല്ലാ പ്രായക്കാർക്കും ഇങ്ങനെ ഒരു ഏറ്റവും കുറഞ്ഞ എനിക്ക് തോന്നുന്നു യങ്ങസ്റ്റ് ആർട്ടിസ്റ്റ് ഇതിനകത്ത് 4 വയസ്സേ ഒരു മോൻ്റെ പടങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് വളരെ ഒരു ബ്രില്യൻ കോൺസെപ്റ്റാണിത്. എത്ര വരച്ചാലും എത്ര ഫ്രെയിമിൽ ഒതുക്കിയാലും കൊല്ലത്തിൻ്റെ ഭംഗിയും മറ്റൊന്നും തീരില്ല. വരച്ചുകൊണ്ടേയിരിക്കുക, കൊല്ലം വരച്ചുകൊണ്ടേയിരിക്കുക. ഗാലറിയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു പ്രദർശനമാണിത്. കാരണം പല സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു, പിന്നെ പ്രശസ്തരായ പല വ്യക്തികളുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഈ കൊല്ലം നഗരത്തിൻ്റെ എല്ലാ മുക്കും മൂലയും അവിടുത്തെ ക്ലാസിക്കലായിട്ടുള്ള സന്ദർഭങ്ങൾ ഉൾപ്പെടെ പിന്നെ നമ്മുടെ കണ്ണിൽപ്പെടാതെ പോയ സന്ദർഭങ്ങൾ വരെ. ഞാൻ കൊല്ലത്ത് ജനിച്ച് വളർന്നിട്ടുള്ള ആളാണ്, പക്ഷേ എനിക്ക് കണ്ണിൽപ്പെടാതെ പോയ സന്ദർഭങ്ങൾ വരെ ക്യാച്ച് ചെയ്ത് വരച്ചിരിക്കുന്ന ഒരു അപൂർവ ദൃശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊല്ലത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൻ്റെ നേർചിത്രം ആസ്വാദകർക്ക് ഈ വരകളിൽ കണ്ടറിയാം. 25ഓളം കലാകാരന്മാരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ചിത്രങ്ങളായി മാറി. കൊല്ലത്തിൻ്റെ 25ാമത് സ്കെച്ച് മീറ്റ്. അപ്പോൾ ഓരോ ഈവൻറ്റുകളും ഓരോ ആഴ്ചയിൽ ഒരു ഇവൻറ്റ് വെച്ചിട്ട് എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ പോയിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ പിന്നെ ഇത് വരയ്ക്കുന്ന ആണ്. അങ്ങനെ വരച്ച ചിത്രങ്ങളുടെ 24 പ്രദേശങ്ങളിൽ പോയി വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ആ ഒരു നമ്മുടെ കൊല്ലം ബേസ് ചെയ്ത് നമ്മുടെ പഴയ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളെ നമ്മളൊരു ക്യാൻവാസിലേക്ക് പകർത്തി കൊല്ലം പിന്നെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കൊല്ലത്തിൻ്റെ പ്രദേശങ്ങൾ മാത്രമാണ്. സ്ഥലങ്ങളും വഴിത്താരകളും കെട്ടിടങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും കൊല്ലത്തെ മനുഷ്യരുടെ ജീവിതവും അർബൻ സ്കെച്ചേഴ്സിൻ്റെ പോരാളികൾ നേരിൽ കാണുന്നതിനേക്കാൾ മനോഹരമാക്കി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.